PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും CSEB എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു ബാങ്കിങ്ങിൽ നിന്നും 5ാമത്തെ മൊഡ്യൂൾ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ മൊഡ്യൂളിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്, ബാങ്കിങ് കമ്പനി, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്, permitted and prohibited business of a banking company, regulation of voting right of shareholders, restriction as to payment of dividend, reserve fund, licensing of banking companies, power of inspection, audit of bank accounts, acquisition of banking companies, amalgamation of banking companies, winding up of a banking companies. ഇത്രയും ടോപ്പിക്കുകൾ ഈ മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നു. 1949 മാർച്ച് 16 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. Banking Companies Act came into force on 16th March 1949. 1949 മാർച്ച് 16 ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിലാണ് ഈ ആക്ട് നിലവിൽ വന്നത്. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയത് 1966. ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് റീപ്ലേസ്ഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1965 and came into effect from 1966. ഇത് 1949 ആക്ട് നമ്പർ 10 ആയിരുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൂടി ആപ്ലിക്കബിൾ ആയത് 1966 മാർച്ച് 1 മുതലാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം 1st March 1966. ദിസ് ആക്ട് കണ്ടെയ്ൻസ് 56 സെക്ഷൻസ്, 5 ചാപ്റ്റേഴ്സ് ആൻഡ് 5 ഷെഡ്യൂൾസ്. ഈ ആക്ടിന് 56 സെക്ഷൻസും 5 ചാപ്റ്റേഴ്സും 5 ഷെഡ്യൂൾസും ഉണ്ട്. 1965 അമെൻഡ് ചെയ്ത ഈ ആക്ടിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി കൂട്ടിച്ചേർത്ത സെക്ഷനാണ് 56. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 5ാമത്തെ ഷെഡ്യൂളാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ടു ഡെവലപ്പ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ സൗണ്ട് ലൈൻസ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഇതെല്ലാം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അടുത്തത് ഡെഫിനിഷൻസ് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5 ഓഫ് BR ആക്ട് ഡീൽസ് വിത്ത് ഡെഫിനിഷൻസ്. സെക്ഷൻ 5 സബ്സെക്ഷൻ എയിലാണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ എ ഡീൽസ് വിത്ത് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ RBIയോ അപ്രൂവ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ആണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയിൽ ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയിലാണ് ബാങ്കിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 സബ്സെക്ഷൻ ബി, ബാങ്കിങ് ഈസ് ദി അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിത്ത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ബാങ്കിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബാങ്കിങ് ഈസ് ദി അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിത്ത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ലെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ വേണ്ടി പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ആ ഡെപ്പോസിറ്റ് റീപേ ചെയ്യുന്നത് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ, വിത്ത്ഡ്രോ ചെയ്യുന്നത് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ മുഖേനയോ ആണ്. അങ്ങനെയുള്ള പ്രോസസ്സാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതാണ് ബാങ്കിൻ്റെ ഡെഫിനിഷൻ. സെക്ഷൻ 5 സബ്സെക്ഷൻ ബി ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്സ്. അടുത്തത് ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനിഷനാണ്. അത് സെക്ഷൻ 5 സബ്സെക്ഷൻ സിയിലാണ് വരുന്നത്.
According to Section 5, subsection C, banking company means any company which transacts the business of banking in India. ഇന്ത്യയിൽ ബാങ്കിംഗ് ബിസിനസ് നടത്തുന്ന ഏതൊരു കമ്പനിയെയും ബാങ്കിംഗ് കമ്പനി എന്ന് പറയാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 സബ്സെക്ഷൻ സി, ബാങ്കിംഗ് കമ്പനി മീൻസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിംഗ് ഇൻ ഇന്ത്യ. അടുത്തത് സെക്ഷൻ 5 സബ്സെക്ഷൻ എഫിലാണ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 സബ്സെക്ഷൻ എഫ് ഡീൽസ് വിത്ത് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. Demand liability is the liability which are repayable on demand, and time liabilities means which are not demand liabilities. Demand liabilitiesനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് liability which are repayable on demand, ഡിമാൻഡിനനുസരിച്ച് റീപേ ചെയ്യണം. ടൈം ലയബിലിറ്റീസ് മീൻസ് വിച്ച് ആർ നോട്ട് ഡിമാൻഡ് ലയബിലിറ്റീസ്. ഡിമാൻഡ് ലയബിലിറ്റീസ് അല്ലാത്തതെല്ലാം ടൈം ലയബിലിറ്റീസ് ആണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഡിമാൻഡ് ലയബിലിറ്റീസ് വരുന്നത് കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും ഒക്കെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും ഒക്കെയാണ് ടൈം ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പം ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 5 സബ്സെക്ഷൻ എഫിലാണ്. അടുത്തത് പെർമിറ്റഡ് ആൻഡ് പ്രൊഹിബിറ്റഡ് ബിസിനസ് ഓഫ് എ ബാങ്കിങ് കമ്പനി. ഒരു ബാങ്കിങ് കമ്പനി ചെയ്യാവുന്നതും ചെയ്തുകൂടാത്തതുമായ ബിസിനസ് ഏതൊക്കെയാണ്? സെക്ഷൻ 6 പറയുന്നു ഫോംസ് ഓഫ് ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് മേഖലയിൽ എന്തൊക്കെ ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നത് സെക്ഷൻ 6 ബാങ്കിന് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെൻഡിങ് ഓർ ബോറോവിംഗ് ഓഫ് മണി വിത്ത് ഓർ വിത്തൗട്ട് സെക്യൂരിറ്റി, ഇഷ്യൂയിങ് ട്രാവലേഴ്സ് ചെക്ക്, കളക്ടിംഗ് ആൻഡ് ഡീലിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊമിസറി നോട്ട്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് നോട്ട്സ്, ഡീലിംഗ് ഇൻ ബോൺസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ആക്ടിംഗ് ആസ് ആൻ ഏജന്റ് ഫോർ ഗവൺമെൻറ്, contracting for public and private loans, dealing with the acquisition, construction and maintenance of building, transacting and carrying on every kind of guarantee and indemnity business, selling, managing and realizing any property which comes in possession of the bank in procedure of settlement of claims, acting as trustees to customers, doing any other business notified by the central government as lawful for a banking company. ഇത്രയും ആക്ടിവിറ്റീസ് ബാങ്കിന് ചെയ്യാവുന്നതാണ്. ബാങ്കിന് ചെയ്യാവുന്ന പെർമിറ്റഡ് ബിസിനസ് ആണ് ഇതൊക്കെ. ഇനി പ്രൊഹിബിറ്റഡ് ബിസിനസ് ഏതാണെന്ന് നോക്കാം. സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന ബിസിനസ് അല്ലാത്തവയെല്ലാം ബാങ്കിൻ്റെ പ്രൊഹിബിറ്റഡ് ബിസിനസ് ആണ്. സെക്ഷൻ 8 പ്രകാരം നോ ബാങ്കിങ് കമ്പനി ഷാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡീൽ ഇൻ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ബാങ്കിങ് കമ്പനീസ് ഗുഡ്സിൻ്റെ ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല. അതായത് ബാർട്ടൺ സിസ്റ്റം പോലെയുള്ള ഗുഡ്സിന് പകരം ഗുഡ്സ് കൊടുക്കുന്ന അത്തരത്തിലുള്ള ട്രേഡിംഗ് ഒന്നും ബാങ്കിങ് കമ്പനീസ് ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തത് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. സെക്ഷൻ 12(b) ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് വോട്ടിംഗ് റൈറ്റ് 10% ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. സെക്ഷൻ 12(b) ഡീൽസ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അടുത്തത് ഡിവിഡൻ്റ് ആണ്. ബാങ്കിന് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിലിമിനറി എക്സ്പെൻസസ്, ബ്രോക്കറേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഡിപ്രീസിയേഷനും ബാഡ് ഡെറ്റും ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡിവിഡൻഡ് കൊടുക്കാം. സെക്ഷൻ 15 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അടുത്തത് റിസർവ് ഫണ്ട്. സെക്ഷൻ 17 റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അണ്ടർ സെക്ഷൻ 17 എവറി ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ not less than 20% of its net profit to its reserve fund. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിങ് കമ്പനീസും നെറ്റ് പ്രോഫിറ്റിൻ്റെ 20% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. എന്നാൽ ബാങ്കിങ് കമ്പനീസ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 20% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കണം. സെൻട്രൽ ഗവൺമെൻറ് ചില എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. റിസർവ് ഫണ്ട് ആൻഡ് ഷെയർ പ്രീമിയം അക്കൗണ്ട് ആർ നോട്ട് ലെസ് ദാൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അത്രയ്ക്ക് തന്നെ
എമൗണ്ട് റിസർവ് ഫണ്ടും ഷെയർ പ്രീമിയം അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ഈ 20% തന്നെ നീക്കി വെക്കണം എന്നില്ല. റിസർവ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് ബാങ്ക് വിത്ഡ്രോ ചെയ്യുകയാണ് എങ്കിൽ അത് 21 ദിവസത്തിനുള്ളിൽ RBI അറിയിക്കണം. അടുത്തത് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. നമ്മൾ പഠിച്ചതാണ്. BR ആക്ടിൻ്റെ സെക്ഷൻ 22 ബാങ്കിങ് കമ്പനീസിന് ലൈസൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 22 ഓഫ് ദ ആക്ട് റിക്വയർസ് എവരി ബാങ്കിങ് കമ്പനി ടു ഒബ്റ്റെയിൻ എ ലൈസൻസ് ഫ്രം ദ RBI ബിഫോർ കമൻസിങ് ബിസിനസ്. എല്ലാ ബാങ്കിങ് കമ്പനീസും അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് RBIയുടെ ലൈസൻസ് എടുത്തിരിക്കണം. സെക്ഷൻ 23 പറയുന്നു, ലൈസൻസ് കിട്ടിയ കമ്പനീസ് അവരുടെ ഓഫീസ് ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ മറ്റെവിടേക്കെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ ഓഫീസ് മാറ്റുന്നുണ്ടെങ്കിൽ, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ RBIയുടെ പ്രയർ പെർമിഷൻ എടുത്തിരിക്കണം. RBIയുടെ ലൈസൻസ് കിട്ടുന്നതിന് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. കമ്പനി എല്ലാ ക്ലെയിം സെറ്റിൽ ചെയ്യണം. അതുപോലെ ഷുഡ് നോട്ട് ആക്ട് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആ ബാങ്ക് പ്രവർത്തിക്കാൻ പാടില്ല. ദ കമ്പനി ഷുഡ് ഹാവ് ആഡിക്വേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ബാങ്കിങ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. പൊതു താല്പര്യം സംരക്ഷിക്കണം. അതുപോലെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് RBIയുടെ ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും കൃത്യമായി ഫോളോ ചെയ്യണം. ഇതെല്ലാം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ RBI ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അപ്പം ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 22 സെക്ഷൻ 23 പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓഫ് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഓഫ് ന്യൂ ആൻഡ് ട്രാൻസ്ഫറിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസസ് ഓഫ് ബിസിനസ്. ഇങ്ങനെ ലൊക്കേഷൻ മാറ്റുന്നുണ്ടെങ്കിലും RBIയുടെ പെർമിഷൻ എടുക്കണം. അടുത്തത് പവർ ഓഫ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 35 പവർ ഓഫ് ഇൻസ്പെക്ഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 35 ഓഫ് ദ ആക്ട് പെർമിറ്റ്സ് RBI ടു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്. എല്ലാ ബാങ്കിങ് കമ്പനീസിൻ്റെയും ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എല്ലാം ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. സെക്ഷൻ 35 ഓഫ് ദ ആക്ട് കണ്ടെയ്ൻസ് ദ ഫോളോവിങ് പ്രൊവിഷൻസ് ഫോർ ഇൻസ്പെക്ഷൻ. ഒന്നാമത്തേത്, RBI ഹാസ് ബീൻ ഗിവൺ ദ പവേഴ്സ് ടു ഇൻസ്പെക്ട് ദ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എനി ബാങ്കിങ് കമ്പനീസ്. ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ആവശ്യമായിട്ടുള്ള ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഡയറക്ടറോ ഓഫീസറോ എംപ്ലോയിയോ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ എവരി ഡയറക്ടർ, ഓഫീസർ, എംപ്ലോയി ഓഫ് ദ ബാങ്ക് ഈസ് അണ്ടർ ഒബ്ലിഗേഷൻ ടു പ്രൊഡ്യൂസ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിക്വയർഡ്. അവരാവശ്യപ്പെടുന്ന എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. Any officer of RBI who is conducting inspection has a right to examine any director, officer or employee of the bank under oath. RBI can conduct such inspection either on its own initiative or under the direction of the central government. RBIയുടെ തീരുമാനത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചോ ഈ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. In any case, after the inspection is over, RBI sends a copy of it to the bank concerned and to the government. ഇൻസ്പെക്ഷന് ശേഷം ഇൻസ്പെക്ഷൻ്റെ ഒരു കോപ്പി കൺസേൺ ബാങ്കിനും ഗവൺമെൻറ്റിനും അയച്ചു കൊടുക്കും. ഇനി എന്തെങ്കിലും മാൽപ്രാക്ടീസസ് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി RBI പ്രൊഹിബിറ്റ് ചെയ്യും. ഇനി ഗുരുതര വീഴ്ചയാണ് എങ്കിൽ വൈൻഡിങ് അപ്പിലേക്ക് വരെ നയിക്കാം. സെക്ഷൻ 35 ഓഫ് BR ആക്ട് ഡീൽസ് വിത്ത് ഇൻസ്പെക്ഷൻ. അടുത്തത് ഓഡിറ്റ്. സെക്ഷൻ 29 30 ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 29, ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ എ ക്വാളിഫൈഡ് പേഴ്സൺ. ദ ബാങ്കിങ് കമ്പനി മസ്റ്റ് ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് RBI ബിഫോർ റിമൂവിംഗ്, അപ്പോയിൻറ്റിംഗ്, റീഅപ്പോയിൻറ്റിംഗ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്നതിനോ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനോ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതിനോ ഒക്കെ RBIയുടെ അപ്രൂവൽ ആവശ്യമാണ്. അപ്പം ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 30. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും BR നോംസിനനുസരിച്ചായിരിക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 29. അടുത്തത് അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ബാങ്കിങ് കമ്പനീസിനെ അക്വയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് പറയുന്നത് സെക്ഷൻ 36A(e) 36A(e) ഡീൽസ് വിത്ത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ ബാങ്കിങ് കമ്പനി. RBIയുടെ റെക്കമെൻഡേഷൻസിൽ
സെൻട്രൽ ഗവൺമെൻറ് ബാങ്കിങ് കമ്പനീസിനെ അക്വയർ ചെയ്യുന്നത് താഴെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ്. നോക്കാം. വെൻ ബാങ്കിങ് കമ്പനി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ ഡയറക്ഷൻസ് ഗിവൺ അണ്ടർ സെക്ഷൻ 35A. 35Aയിൽ പറയുന്നത് പവർ ഓഫ് ദ RBI ടു ഇഷ്യൂ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള RBIയുടെ പവറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 35Aയിലാണ്. സെക്ഷൻ 35A പ്രകാരം RBI ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡയറക്ഷൻസ് അനുസരിക്കുന്നതിൽ ബാങ്കിങ് കമ്പനീസ് വീഴ്ച വരുത്തിയാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ആ ഒരു കമ്പനി അക്വയർ ചെയ്യാം. സെക്ഷൻ 35A ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത് BR ആക്ടിൻ്റെ സെക്ഷൻ 35Aയിലാണ്. സെക്ഷൻ 35Aയിൽ RBIയുടെ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവറിനെ കുറിച്ചും പറയുന്നു. വെൻ ബാങ്കിങ് കമ്പനീസ് ആക്ട് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ് കമ്പനികളാണെങ്കിൽ അത്തരം കമ്പനികളെയും സെൻട്രൽ ഗവൺമെൻറ്റിന് അക്വയർ ചെയ്യാം. സെക്ഷൻ 36AE ഡീൽസ് വിത്ത് അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. അടുത്തത് അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. സെക്ഷൻ 44Aയിലും സെക്ഷൻ 45ലുമാണ് അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസിനെ കുറിച്ച് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കമ്പനികൾ കൂടിച്ചേർന്ന് പുതിയൊരു കമ്പനിയായി മാറുന്നു. In order to strengthen the banking structure of the country, the RBI has been encouraging amalgamation of small banks with the big banks in the interest of the depositors. ബാങ്കുകളുടെ നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചെറിയ ബാങ്കുകൾ വലിയ ബാങ്കുകളുമായിട്ട് അമാൽഗമേറ്റ് ചെയ്ത് ഒരു സ്ട്രെങ്തൻ ബാങ്കായിട്ട് മാറുന്നു. അതാണ് അമാൽഗമേഷൻ. അമാൽഗമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് RBIയുടെ അപ്രൂവൽ എടുക്കണം, ഡെറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യണം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ആ ലൊക്കേഷനിൽ പ്രചാരത്തിലുള്ള ന്യൂസ് പേപ്പറിലും അത് പബ്ലിഷ് ചെയ്യണം, ഷെയർസിൻ്റെ വാല്യുവേഷൻ നടത്തണം, RBIക്കും RCSനും നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. ഇതെല്ലാം അമാൽഗമേഷൻ്റെ പ്രൊസീജിയറാണ്. അപ്പം ബാങ്കിങ് കമ്പനീസിൻ്റെ അമാൽഗമേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 44Aയിലും സെക്ഷൻ 45ലുമാണ്. അടുത്തത് വൈൻഡിങ് അപ്പ് ഓഫ് എ ബാങ്കിങ് കമ്പനി. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്നതാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യണം. 3 തരത്തിലുള്ള വൈൻഡിങ് അപ്പ് ഉണ്ട്. വൈൻഡിങ് അപ്പ് ബൈ കോർട്ട്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള വൈൻഡിങ് അപ്പ് ഉണ്ട്. ആദ്യം വൈൻഡിങ് അപ്പ് ബൈ കോർട്ട്. സെക്ഷൻ 38ലാണ് കോർട്ട് മുഖേനയുള്ള വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത്. ഒരു ബാങ്കിങ് കമ്പനിക്ക് കമ്പനിയുടെ ഡെറ്റ് പേ ചെയ്യാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് RBIയുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് കോർട്ട് വൈൻഡിങ് അപ്പ് നടത്തുന്നത്. RBI ഒരു ബാങ്കിങ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചോദിച്ചാൽ ഫെയിൽഡ് ടു കംപ്ലൈ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർ സെക്ഷൻ 11. സെക്ഷൻ 11 പ്രകാരമുള്ള മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പരാജയപ്പെട്ടാൽ, ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ആയാൽ, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രൊഹിബിഷൻ ഉണ്ടെങ്കിൽ, RBI ആക്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് RBI കോർട്ടിന് ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത്, വൈൻഡിങ് അപ്പിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നത്. അപ്പം വൈൻഡിങ് അപ്പ് ബൈ കോർട്ട് പറയുന്ന സെക്ഷൻ 38ആണ്. രണ്ടാമത്തേത് വോളണ്ടറി വൈൻഡിങ് അപ്പാണ്. കമ്പനിക്ക് അവരുടെ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താം. when the RBI certifies in writing that the company is unable to pay its debt to its creditors. ക്രെഡിറ്റേഴ്സിൻ്റെ ഡെറ്റ് പേ ചെയ്യാൻ അണേബിൾ ആണ് എന്ന് RBI സർട്ടിഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബാങ്കിങ് കമ്പനികൾക്ക് വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താം. മൂന്നാമത്തേത് കോർട്ടിൻ്റെ മേൽനോട്ടത്തിലുള്ള വൈൻഡിങ് അപ്പാണ്. വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. അത് സെക്ഷൻ 44(2) പറയുന്നത്. ഇത്രയും ടോപ്പിക്കുകൾ സിലബസിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ളവയാണ്. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് കൂടി നോക്കാം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. സെക്ഷൻ 3 ആക്ട് അപ്ലൈ ടു കോപ്പറേറ്റീവ് സെക്ടർ ഇൻ സർട്ടൻ കേസസ്. BR ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്ത ചില കേസുകളുണ്ട്. അതാണ് സെക്ഷൻ 3 പറയുന്നത്.
അതായത് പാക്സ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് പ്രൈമറി ഒബ്ജക്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഇവയ്ക്കൊന്നും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. അടുത്തത് സെക്ഷൻ 5 ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞതാണ്. 5A അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, 5B ഡെഫിനിഷൻ ഓഫ് ബാങ്ക്, 5C ബാങ്കിങ് കമ്പനി, 5CCI കോപ്പറേറ്റീവ് ബാങ്ക്, 5CCII കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, 5CCIIA കോപ്പറേറ്റീവ് സൊസൈറ്റി, 5CCIIIA മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 5 ഡീൽസ് വിത്ത് ഡെഫിനിഷൻസ്. സെക്ഷൻ 6 ബാങ്കുകൾക്ക് ചെയ്യാവുന്ന ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത്. ഫോംസ് ഓഫ് ബിസിനസ് ഓഫ് ബാങ്കിങ്. സെക്ഷൻ 7 യൂസ് ദ വേർഡ് ബാങ്കർ, ബാങ്കിങ് കമ്പനി. ഇന്ത്യയിൽ എവിടെയെങ്കിലും ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ്, ബാങ്കിങ് കമ്പനി ഇങ്ങനെയുള്ള വാക്കുകൾ പേരിൻ്റെ കൂടെ ചേർക്കണം. No cooperative society other than cooperative bank shall use as part of its name the words banker, banker or banking. കോപ്പറേറ്റീവ് ബാങ്കുകളല്ലാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന വേർഡുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സെക്ഷൻ 8 പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഗുഡ്സിൻ്റെ ട്രേഡിംഗ് ഒന്നും ബാങ്കുകൾ ചെയ്യാൻ പാടില്ല. സെക്ഷൻ 9 ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്. നോൺ ബാങ്കിങ് അസറ്റ്സിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 9. അടുത്തത് സെക്ഷൻ 10A ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ഇൻക്ലൂഡ് പേഴ്സൺ വിത്ത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 51% ആൾക്കാരും അക്കൗണ്ടൻസി, ബാങ്കിങ്, കോർപ്പറേഷൻ, എക്കണോമിക്സ്, ഫിനാൻസ്, ലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലോ കൂടുതൽ സബ്ജക്റ്റിലോ പ്രാവീണ്യമുള്ളവർ ആയിരിക്കണം. സെക്ഷൻ 10Bയിൽ പറയുന്നു ബാങ്കിങ് കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ഫുൾ ടൈം ചെയർമാൻ. 10BBയിൽ പറയുന്നത് പവർ ഓഫ് RBI ടു അപ്പോയിൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 10C ക്വാളിഫിക്കേഷൻ ഓഫ് ചെയർമാൻ. സെക്ഷൻ 12A ഇലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 12B റെസ്ട്രിക്ഷൻ ഫോർ വോട്ടിംഗ് റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 12Bയിലാണ്. സെക്ഷൻ 13 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ റിസർവ്സ്, കമ്മീഷൻ, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട് ഓൺ സെയിൽ. സെക്ഷൻ 15 റെസ്ട്രിക്ഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. സെക്ഷൻ 17 റിസർവ് ഫണ്ട്. സെക്ഷൻ 18 ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 18. സെക്ഷൻ 20 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഡയറക്ടേഴ്സ്. സെക്ഷൻ 21 പറയുന്നു പവർ ഓഫ് RBI ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനീസ്. സെക്ഷൻ 21A റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്കിങ് കമ്പനീസ് നോട്ട് ടു ബി സബ്ജക്റ്റ് ടു സ്ക്രൂട്ടിനി ബൈ കോർട്ട്. സെക്ഷൻ 22 ലൈസൻസിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓഫ് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഓഫ് ന്യൂ ആൻഡ് ട്രാൻസ്ഫറിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസസ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെക്ഷൻ 24 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സെക്ഷൻ 26 റിട്ടേൺ ഓൺ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് കാലാവധി പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ള ഡെപ്പോസിറ്റാണ്. അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 26. സെക്ഷൻ 28 പവർ ടു പബ്ലിഷ് ഇൻഫർമേഷൻ. സെക്ഷൻ 29 അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ബൈ BR നോംസ്. സെക്ഷൻ 30 ഓഡിറ്റ്. 31 സബ്മിഷൻ ഓഫ് റിട്ടേൺ. 35 ഇൻസ്പെക്ഷൻ. 35A പവർ ഓഫ് ദ RBI ടു ഇഷ്യൂ ഡയറക്ഷൻസ്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നതും സെക്ഷൻ 35Aയിലാണ്. 35B അമെൻഡ്മെൻറ്റ് ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു അപ്പോയിൻമെൻറ്റ്സ് ഓഫ് മാനേജിംഗ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 36 ഫർദർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് RBI. ഇതിലാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ അക്വിസിഷനൊക്കെ വരുന്നത്. 36A പറയുന്നത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ ബാങ്കിങ്. 36AA പവർ ഓഫ് RBI ടു റിമൂവ് മാനേജീരിയൽ ആൻഡ് അതർ പേഴ്സൺ ഫ്രം ഓഫീസ്. 36AB പവർ ഓഫ് RBI ടു അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ്. 36AH കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ട്രിബ്യൂണൽ. സെക്ഷൻ 37 സസ്പെൻഷൻ ഓഫ് ബിസിനസ്. സെക്ഷൻ 38 വൈൻഡിംഗ് അപ്പ് ബൈ ഹൈക്കോർട്ട്. 38A ലിക്വിഡേറ്റർ ആസ് ഹൈക്കോർട്ട്.
സെക്ഷൻ 39 RBI ടു ബി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. RBIക്ക് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിൻ്റെ പവർ കൊടുക്കുന്ന സെക്ഷൻ 39. സെക്ഷൻ 44 വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. സെക്ഷൻ 45D സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ്. സെക്ഷൻ 46 പെനാൽറ്റീസ്. സെക്ഷൻ 47A പവർ ഓഫ് RBI ടു ഇമ്പോസ് പെനാൽറ്റി. സെക്ഷൻ 52 സെൻട്രൽ ഗവൺമെൻറ് ഹാസ് പവർ ടു മേക്ക് റൂൾസ്. സെക്ഷൻ 55 അമെൻമെൻറ്റ് ഓഫ് ആക്ട് 2 ഓഫ് 1934. സെക്ഷൻ 56 ആക്ട് അപ്ലൈസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതൊക്കെയാണ് BR ആക്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. കുറച്ച് അധികം വരുന്നുണ്ട് പഠിക്കാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ബാങ്കിങ്ങിലെ 5ാമത്തെ മൊഡ്യൂളായ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ആ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിട്ടുപോയ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിവിഷൻ്റെ സമയത്ത് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്